ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ വിഷ്ണു നിരപരാധിയാണെന്ന് വാദിച്ച് സ്ഥാപിക്കാനായി ശ്രമിക്കുമ്പോൾ ഡിഫൻസ് ലോയർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഭാഗം വാദിക്കുന്ന അമീർ ഇടയിൽ കയറുന്നു. അമീർ ജഡ്ജിയോട് പറഞ്ഞു, ഇത്രയും നേരം ഇവിടെ ഡിഫൻസ് ലോയർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് കാർത്തിക ജീവനോടെ ഉണ്ട് എന്നാണ്. എന്നാൽ അത് തന്നെയും പിന്നെയും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? കോടതിയുടെ വിലപ്പെട്ട സമയം തള്ളി നീക്കാമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. അങ്ങനെ ജീവനോടെ ഉണ്ട് കാർത്തികയെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഹാജരാക്കേണ്ടത്? ഡിഫൻസ് ലോയർ അതുമാത്രം മറന്നു പോവുകയാണല്ലോ. അങ്ങനെയെങ്കിൽ ഡിഫൻസ് ലോയർക്ക് ആ തെളിവ് ഹാജരാക്കിക്കൂടെ? കാർത്തിക ജീവനോടെ ഉണ്ട് എന്നതിനുള്ള തെളിവ് ഹാജരാക്കും മിസ്റ്റർ എന്ന് അമീർ ചോദിക്കുമ്പോൾ അർജുനോട് ജഡ്ജിയും പറഞ്ഞു, അതെ, ഇവിടെ പ്രോസിക്യൂഷൻ ഭാഗം ചോദിക്കുന്നത് പോലെ എന്താണ് ഡിഫൻസിന് പറയാനുള്ളത്? തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കാൻ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അർജുൻ ആകെ നിരാശയോടെ നോ മൈ ലോർഡ് എന്നറിയിച്ചു. അത് കേട്ടതും ഉടനെ അമീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും നേരം വളരെ പരിശുദ്ധനായി ഇവിടെ ഒരു പരിശുദ്ധന്റെ പരിവേഷം നൽകി ഇത്രയും നേരം എൻ്റെ ഡിഫൻസ് ഭാഗം വക്കീൽ ഇവിടെ വാദിക്കുകയുണ്ടായി. എന്നാൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അത്രയ്ക്ക് നിഷ്കളങ്കനും പരിശുദ്ധനുമൊന്നുമല്ല ഈ നിൽക്കുന്ന പ്രതി. അത്രയ്ക്കും ക്രൂരമായി ഒരു പെൺകുട്ടിയെ കൊല ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പരമാവധി കിട്ടാവുന്ന അത്രയും ശിക്ഷ ഇയാൾക്ക് നൽകണമെന്നാണ് ഞാൻ കോടതിയുടെ താഴ്മയായി അപേക്ഷിക്കുന്നതെന്ന് അമീർ അറിയിച്ചു. അത് കേട്ടതും ആകെ നിരാശയോടെ സത്യഭാമ അരികിലിരുന്ന രോഹിത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ രോഹിത്തെ, എന്റെ മോനെ രക്ഷിക്കാൻ കഴിയില്ലേ എന്ന് സങ്കടത്തോടെ അന്വേഷിച്ചു. എന്ത് പറയുന്നറിയാതെ നിരാശയോടെ പാവം രോഹിതും വിഷ്ണുവിനെ നോക്കി. തനിക്കെതിരെ വന്ന ഈ കേസ് വാദിച്ച് അവസാനിക്കുന്ന നിമിഷത്തിൽ താൻ ഒരു കുറ്റവാളി എന്നോണം മുദ്രകുത്തി തനിക്കുള്ള ശിക്ഷ വിധിക്കാനായി കോടതി തയ്യാറാകുന്നത് കണ്ട് അർജുൻ ആകെ നിരാശനായി തലകുനിച്ചു നിന്നു. ഉടനെ ജഡ്ജി പറഞ്ഞു, ഇവിടെ ഡിഫൻസ് ലോയർക്ക് ശരിക്കും പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം അത് കളവാണെന്ന് തെളിയിക്കാൻ ഡിഫൻസ് ലോയർക്ക് സാധിച്ചിട്ടില്ല. അതിന് ഇനി എന്തെങ്കിലും ഡിഫൻസിന് പറയുവാനുണ്ടോ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡിഫൻസിനെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അർജുനാകെ നിരാശയോടെ നോ മൈ ലോർഡ് എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നിന്ന് അമീർ വേഗം അർജുന്റെ അരികിലേക്ക് എത്തി. അതെ അർജുൻ, എൻ്റെ പ്രതിഭാഗം വക്കീലായതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഡിഫൻസ് ലോയറുടെ ഒരു ചിന്ത ഇത്രയും നാളും 1ാം ക്ലാസ്സിൽ പഠിക്കാതെ നേരെ 10ാം ക്ലാസ്സിലേക്ക് ചെന്ന് കയറാമെന്നതായിരുന്നു. സത്യത്തിൽ 1ാം ക്ലാസ് പഠിക്കാതെ 10ാം ക്ലാസ്സിലേക്ക് കയറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇപ്പോഴാണ് എൻ്റെ സുഹൃത്തിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ശരിക്കും എൻ്റെ സുഹൃത്ത് ഒന്ന് കേസ് പഠിച്ചിട്ട് വരട്ടെ, എന്നാലല്ലേ ഇനി വാദിച്ച് തൻ്റെ കക്ഷിയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അർജുനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് കേട്ടുനിന്ന അർജുൻ ഉടനെ തന്നെ അരികിലേക്ക് എത്തിയ അമീറിനോട് പറഞ്ഞു, അതെ, പോരാളിക്ക് ഒരിക്കൽ മാത്രമേ മരണമുണ്ടാവുകയുള്ളൂ. അവൻ മരണം വരെയും പോരാടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പോരാടാൻ ശ്രമിക്കുന്നത്, ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നവൻ ശരിക്കും പോരാളിയല്ല, അതൊരു പോരായ്മയാണ് എന്ന് അർജുൻ അമീറിനോട് അറിയിച്ചു. നമുക്ക് കാണാമെന്ന് അർജുനെ നോക്കി അമീർ വെല്ലുവിളിക്കുമ്പോൾ നമുക്ക് കാണാമെന്ന് തന്നെ അർജുനും മറുപടി നൽകുന്നു. അങ്ങനെ അർജുനെ വെല്ലുവിളിച്ച് അമീർ കോടതിയോട് വീണ്ടും വിഷ്ണുവിനുള്ള വിധി പറയുവാനായി നിർബന്ധിക്കുന്നു. വിഷ്ണു കുറ്റകൃത്യം ചെയ്തു എന്ന് വിധിച്ചുകൊണ്ട് വിഷ്ണുവിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ അമീർ അബ്ദുള്ള കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുമ്പോൾ ഉടനെ തന്നെ ജഡ്ജി വിധി പറയാൻ തയ്യാറായി. ഇവിടെ പ്രതിയാക്കപ്പെട്ട വിഷ്ണു എന്ന ചെറുപ്പക്കാരന് മേൽ ആരോപിച്ച കേസിൽ ഡിഫൻസ് ലോയർക്ക് തെളിവുകൾ ഹാജരാക്കി അതിന് തെളിവുകൾ തരാൻ സാധിക്കാത്ത പക്ഷം ഈ കുറ്റവാളി കൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിനാൽ ഈ പ്രതിക്ക് എന്ന് പറഞ്ഞ് കോടതി ശിക്ഷ വിധിക്കാൻ തുടങ്ങുമ്പോഴേക്കും അകത്തേക്ക് ഓടിയെത്തി ശാലിനി പറഞ്ഞു, തെളിവുകളുണ്ട് മൈ ലോർഡ്. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും ശാലിനി മുന്നിലേക്ക് വന്നതെന്ന് കോടതിക്ക് മുന്നിൽ ജഡ്ജിക്ക് മുന്നിൽ ശാലിനി ആ സത്യം വെളിപ്പെടുത്തി. വിഷ്ണുവേട്ടൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതിനും കാർത്തിക ജീവനോടെയുണ്ട് എന്ന് തെളിയിക്കുന്നതിനുമുള്ള തെളിവുകളുണ്ട് മൈ ലോർഡ് എന്ന് ശാലിനി അകത്തേക്ക് കയറി വന്ന് അറിയിച്ചു.
ഇത് കേട്ട് നിന്ന അർജുൻ വേഗം തന്നെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മൈലോഡ്, ഈ നിൽക്കുന്നത് വിഷ്ണുവിന്റെ ഭാര്യയാണ്. മാത്രമല്ല സ്ഥലം ജില്ലാ കളക്ടറാണ് ശാലിനി വിഷ്ണു എന്ന് പറയുമ്പോൾ ഒബ്ജക്ഷൻ സസ്റ്റെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒബ്ജക്ഷൻ മൈലോഡ് എന്ന് പറഞ്ഞ് അമീർ ഇടയിൽ കയറി. അപ്പോഴേക്കും ഈ നിൽക്കുന്ന ശാലിനിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നുവെന്ന് അർജുൻ ആവശ്യപ്പെടുമ്പോൾ ഇത് കേട്ട് ഉടനെ തന്നെ അമീർ ഇടയിൽ കയറിയത് കേട്ട് ജഡ്ജി പറഞ്ഞു, അതെ, കേസിന്റെ നിർണായക വഴിത്തിരിവിലേക്ക് കേസിന് ആസ്പദമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ആരെയും ആ നിർണായക നിമിഷത്തിൽ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ആരെയും സാക്ഷി പട്ടികയിൽ ചേർക്കാമെന്നത് വ്യവസ്ഥയുള്ള കാര്യമാണ്. അതുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ ഈ കേസിന്റെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശാലിനി സന്തോഷത്തോടെ ആ സാക്ഷിക്കൂട്ടിൽ കയറുന്നു. അപ്പോഴേക്കും വേഗം കുമ്പസം വന്ന് ശാലിനിയെ കൊണ്ട് സത്യവാചകം ചൊല്ലിച്ചു. അങ്ങനെ സത്യവാചകം പറഞ്ഞു കഴിയുമ്പോഴേക്കും ജഡ്ജി ചോദിച്ചു, എന്താ പറയാനുള്ളത്? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ എനിക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. കാർത്തിക മരണപ്പെട്ടിട്ടില്ല എന്നും കാർത്തിക ജീവനോടെ ഉണ്ട് എന്നതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം എന്നറിയിച്ചു. എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ ശാലിനിയും അനുപല്ലവിയും കഴിഞ്ഞ ദിവസം മധുശ്രീയുടെ ഗുണ്ടകളുടെ പിന്നാലെ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന കാർത്തികയെ അവർ കാണാനായി. ഉടൻ തന്നെ കാർത്തികയെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. കാർത്തികയുടെ കയ്യിൽ തുളച്ചു കയറിയ ആ ബുള്ളറ്റ് ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തു. അങ്ങനെ കാർത്തികയെ എന്നേക്കുമായി ശാലിനി രക്ഷിക്കുന്നു. ശാലിനി ആകെ ഞെട്ടലോടെ അങ്ങനെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി ശാലിനി പറഞ്ഞു, കാർത്തിക എന്ന് വിളിച്ചതും കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന ആ സത്യം ചന്ദ്രബോസും മധുശ്രീക്കും വലിയൊരു അതിശയവും അത്ഭുതവുമായി മാറി. രണ്ടുപേരും അതിശയത്തോടെ നോക്കുമ്പോൾ ജീവനോടെ കാർത്തിക അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നു. മധുശ്രീ പോലും അതിശയപ്പെട്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് മധുശ്രീയോട് പിടിച്ചിരുത്തി. ഇവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് മധുശ്രീയെ അവിടെ പിടിച്ചിരുത്തുന്നു. പിന്നീട് കാർത്തിക തന്നെ സത്യങ്ങൾ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാക്ഷി വിസ്തരിക്കാനായി തയ്യാറാകുന്ന ആ നിമിഷം ശാലിനി കൊണ്ടുവന്ന സാക്ഷിയായ കാർത്തികയെ വിസ്തരിക്കാൻ അർജുൻ തയ്യാറാകുമ്പോൾ ശാലിനി കോടതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഇവിടെ വിഷ്ണുവേട്ടൻ കൊല ചെയ്തു എന്ന് പറയുന്ന കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി ദാ ഈ നിൽക്കുന്ന ആളാണ് എന്ന് ശാലിനി ചൂണ്ടിക്കാട്ടുമ്പോൾ ശാലിനി പറഞ്ഞതനുസരിച്ച് അർജുൻ കോടതിയോട് പറഞ്ഞു, കാർത്തികയെ വിസ്തരിക്കുന്നതിന് വേണ്ടി സാക്ഷി പട്ടികയിൽ കാർത്തികയെ കൂടി ഉൾപ്പെടുത്താനായി താഴ്മയെ അപേക്ഷിക്കുന്നുവെന്ന് അർജുൻ പറയുമ്പോഴേക്കും അതിനോടകം തന്നെ ജഡ്ജി കാർത്തികയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉത്തരവിട്ടു. അപ്പോൾ തന്നെ കാർത്തികയെ സാക്ഷിക്കൂട്ടിൽ നിർത്തുന്നു. സാക്ഷിക്കൂട്ടിൽ കയറിയ കാർത്തികയെ നോക്കി അതിശയത്തോടെ മറുശ്രീ അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രബോസും ആകെ ഞെട്ടലോടെ നോക്കി. ഉടൻ തന്നെ അർജുൻ കാർത്തികയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, കാർത്തിക, അന്നേ ദിവസം എന്താ സംഭവിച്ചതെന്നും കാർത്തികയുടെ ജീവിതത്തിലുണ്ടായ സംഭവം എന്താണെന്നും കാർത്തികയ്ക്കൊന്ന് വിശദമായി പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ കാർത്തിക പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഞാൻ സത്യമേ പറയുള്ളൂ. വിഷ്ണുവേട്ടൻ ഒരു നല്ല മനുഷ്യനാണ്. എന്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കുകയല്ലാതെ ഒരു ദ്രോഹവും എന്നോട് കാട്ടിയിട്ടില്ല. വിഷ്ണുവേട്ടനും ഞാനും തമ്മിൽ യാതൊരു വഴിവിട്ട ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നെ ജീവിതത്തിൽ എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എന്നെ സഹായിക്കുക മാത്രമാണ് വിഷ്ണുവേട്ടൻ ചെയ്തത്. നല്ല നന്മയുള്ള ഒരു മനുഷ്യനാണ് വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോ കാർത്തികയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണ്? കാർത്തികയെ ഇത്രയും ദിവസം ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് അകറ്റി നിർത്തിയത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതിനെല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചത് സത്യത്തിൽ ശാലിനി മേഡത്തോടും വിഷ്ണുവേട്ടനോടും എനിക്ക് യാതൊരു ദേഷ്യമോ പകയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ശാലിനി മേഡത്തിനെ കുറെ കണ്ണുനീര് ഞാൻ കുടിപ്പിച്ചു, വിഷ്ണുവേട്ടനെയും കുറേയേറെ വേദനിപ്പിച്ചു. എന്നാൽ ഈ അവസാന നിമിഷം എന്റെ ജീവൻ ആപത്തൊന്നും ഉണ്ടാകാതെ എന്നെ രക്ഷിക്കാനായി ഓടിയെത്തിയതും ശാലിനി മേഡം തന്നെയാണ്. പക്ഷേ വിഷ്ണുവേട്ടനെയും ശാലിനി മേഡത്തിനെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇരുവരെയും തമ്മിൽ എന്നേക്കുമായി അകറ്റുക എന്ന ലക്ഷ്യമായിരുന്നു മറ്റു ചിലർക്ക്. അവർ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നെ ആയുധമാക്കി. അതാണ് സത്യം എന്ന് കാർത്തിക വെളിപ്പെടുത്തി. എല്ലാം കേട്ട് നിൽക്കുന്ന ആ നിമിഷം അമീർ ഇടയിൽ കയറി പറഞ്ഞു, അതെ, ഇങ്ങനെ എന്റെ എതിർഭാഗം വക്കീൽ പറയുമ്പോഴും ഇതിലൊരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട് മൈലോഡ്. കാരണം ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് കാർത്തികയെ കൊല്ലാനായി ഭീഷണിപ്പെടുത്തിയതും കാർത്തികയുടെ രക്തം പുരണ്ട കത്തി ആ നിലത്ത് നിന്ന് കണ്ടെത്തിയതുമൊക്കെ വിഷ്ണുവിനെതിരെയുള്ള തെളിവുകളായിരുന്നു എന്ന് അമീർ പറയുമ്പോൾ ഇത് കേട്ട അർജുൻ പറഞ്ഞു,
എന്റെ പ്രിയ സുഹൃത്ത് ഇപ്പോഴും ഓരോന്നും വാദിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപമാണ് തോന്നുന്നത്. സത്യത്തിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ച മരണപ്പെട്ടുവെന്ന് പറയുന്ന കാർത്തികയാണ് ഇപ്പോൾ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴും ഇതുപോലെ എങ്ങും തൊടാതെ കാർത്തിക മരണപ്പെട്ടു എന്ന് തന്നെ സ്ഥാപിച്ചെടുക്കാനായി ശ്രമിക്കുന്ന ആ പഴയ തെളിവിന്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് വീണ്ടും കേസിനെ മാറ്റിമറിക്കാനായി ശ്രമിക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തിന്റെ ആ ചിന്താഗതിയോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് എന്ന് അർജുൻ പറഞ്ഞു. അപ്പോഴേക്കും കാർത്തികയുടെ അരികിലേക്ക് എത്തി അർജുൻ ചോദിച്ചു, ഏതൊക്കെ തിക്ത അനുഭവങ്ങളാണ് ഈ മധുശ്രീ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന്, മധുശ്രീയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം കാർത്തിക വെളിപ്പെടുത്തുമ്പോൾ അർജുൻ പറഞ്ഞു, ഈ മധുശ്രീ എന്ന് പറയുന്ന ആള് തന്നെയായിരുന്നു വിഷ്ണു കാർത്തികയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ ഗ്രീൻ റൂമിൽ വെച്ച് നടന്ന ആ വീഡിയോ അത് ACP ചന്ദ്രബോസിന് അയച്ചു കൊടുത്തത് എന്ന്. വിഷ്ണുവിന്റെ കാര്യത്തിൽ വിഷ്ണു നിരപരാധിയാണെന്ന് വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ വിഷ്ണുവിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ശ്രമം നടക്കുമ്പോൾ ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു, ഇത് സത്യത്തിൽ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങളുള്ളൂ എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചന്ദ്രബോസ് ഇരിക്കുമ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് കാർത്തികയെ വക്കീൽ ചോദ്യം ചെയ്തു. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് കാർത്തികയോട് ചോദിക്കാനായി അമീർ എഴുന്നേറ്റ് വരുമ്പോൾ ഉടനെ അർജുൻ കാർത്തികയോട് ചോദിച്ചു, ഈ മധുശ്രീ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് നിനക്ക് കാർത്തികയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. അത് കേട്ടതും കാർത്തിക വിഷമത്തോടെ അന്ന് ഗ്രീൻ റൂമിൽ വെച്ച് തന്റെ തലക്കടിച്ച് മധുശ്രീ അബോധാവസ്ഥയിൽ തന്നെ വീഴ്ത്തിയതും പിന്നീട് ഒരു ഗോഡൌണിൽ കൊണ്ടുചെന്ന് പാർപ്പിച്ചതും അവിടെ വെച്ച് തന്നെ പരാക്രമം ചെയ്തതും പിന്നീട് വീട്ടിലെത്തി കഴിയുമ്പോഴും തന്നോടുള്ള പരാക്രമത്തിൽ യാതൊരു കുറവുമില്ല എന്നുള്ള കാർത്തിക കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഇവിടെ വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്നും തങ്കപ്പെട്ട സ്വഭാവമാണ് വിഷ്ണുവേട്ടൻ്റെതെന്നും അതുപോലെ തന്നെ ശാലിനി മേഡം ആരെയും ദ്രോഹിക്കുന്നവരല്ലെന്നും അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി വലിഞ്ഞു കയറി വന്നത് ഞാനാണെന്നും എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ യാത്ര പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എല്ലാം കണ്ട് ആകെ വിഷമിച്ച് അങ്ങനെ ഇരുന്ന ശാലിനിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ വിഷ്ണുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു സത്യഭാമയുടെ മുഖത്ത്. ഈ സമയം കാർത്തികയെ പ്രതിക്കൂട്ടിൽ നിന്ന് മാറിയതും ശാലിനിയെ ഒന്നുകൂടി വിസ്തരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അർജുൻ താഴ്മയായി ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ യഥാർത്ഥമായി നടത്തിയിരുന്ന ഒരു ബുദ്ധികേന്ദ്രം മറ്റൊരാളായിരുന്നുവെന്നും മധുശ്രീ വെറും അയാളുടെ കയ്യിലെ കളിപ്പാട്ടം മാത്രമായിരുന്നുവെന്നും അർജുൻ ചന്ദ്രബോസ് ചെയ്ത കുറ്റകൃത്യത്തിന് കൃത്യമായിട്ടുള്ള തെളിവ് തന്റെ പക്കലുണ്ടെന്നും ഡിജിറ്റൽ തെളിവ് തന്റെ കയ്യിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ചന്ദ്രബോസിന്റെ എതിരെയുള്ള ചന്ദ്രബോസ് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ക്ലിപ്പും അതോടൊപ്പം വിഷ്ണുവിനെ പരിശോധിച്ച ഡോക്ടർ നൽകിയ റിപ്പോർട്ടും താനിവിടെ ഹാജരാക്കുകയാണെന്നും കൃത്യമായി വിഷ്ണുവിന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചന്ദ്രബോസ് നടത്തിയ നീക്കമായിരുന്നു അതെന്നും ശാലിനി കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അർജുൻ വീണ്ടും അമീറിന് അരികിലേക്ക് എത്തി ചോദിച്ചു, ഇത്തവണ താൻ ഒരിക്കലും വിജയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി, അതുകൊണ്ടല്ലേ മനഃപൂർവ്വം നേരത്തെ തന്നെ താൻ പിന്മാറിയത് എന്ന് അർജുൻ അമീറിന് അരികിലെത്തി അമീറിനെ കളിയാക്കുന്നു.